അത് എന്താ നമ്മുടെ നാട്ടിലെ ആചാരാണെന്ന്. നല്ലതല്ലേ എന്നും രാവിലെ ഇങ്ങനെയൊക്കെ? ആചാരം കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങാറാണ് നേരത്തെ പറയണേ. ആ. ചൊല്ല പറടാ. ആ ഒരു ആചാരം കളി മനുഷ്യന്മാർ ഓർക്കാൻ പോകാനായിട്ട്. എന്ന് മോളെ എന്നീ കേൾക്കുന്നേ? അത് ഓരോ നാട്ടിലെ പ്രാർത്ഥനയോലും നിങ്ങളും കേട്ടുക. ആ എന്താല്ലേ? ആ ഈ തുണിയൊന്നും വേറെ വാങ്ങിയില്ലല്ലോ. മോളെ അത്യാവശ്യം വേണ്ടത് ബ്രിഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ. ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്ത കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് വേണം. ഓള് കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ? നീ എന്റെ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. അത് വേണം അമ്മ. വേണം. ഓളെ സ്വർണ്ണം എല്ലാം പൊരയിൽ വച്ചിട്ടല്ലേ വന്നിക്കുണ്ടാവുക. അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി. അതിന് പണക്കന്മാരെ അതെടുത്ത് വരുമ്പോഴേക്ക് കുറെ കാലാവൂലേ? ആ അതൊന്നുമില്ല. ഓ അതുകൊണ്ട് നീ ഇപ്പം ആ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. എടുത്തി എന്നാ മാല. வேணாம், நீங்களே வச்சுக்கோங்க, நான் அது போட மாட்டேன். അയ്യോ വേണ്ടി വരും. അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ടല്ല. പോയേ പാട്. എന്നാലും നമ്മളെ സെക്രട്ടറി വനിജ ഓൾ ഉഷാർ തന്നെയാട്ടാ. ഓളൊരാണെന്നെയാ. ഓള് ഒറ്റയ്ക്കെന്നെല്ലാം ചെയ്യിപ്പിച്ചില്ലടോ. നമ്മുടെ ബ്രിഗേഷിന് എങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ? നമ്മുടെ കോളനിയിൽ ഏറ്റവും സുന്ദരി നമ്മുടെ ജിഷയല്ലേനോ? എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എന്റെ അമ്മോ, അതല്ല ഓളെ മുടിയേ മുടി. നമ്മുടെ നാട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ടെന്നാ. സർക്കാർ ഉദ്യോഗയിലായിട്ട് പെണ്ണിട്ടാണ്ട് നമ്മളെ ചേക്കന് കിട്ടിയ പെണ്ണെന്ത് ചന്ത അല്ലേ ജിഷേ? ആ എനിക്കറിയില്ല. ഇതിപ്പോ കൊടുവത്തി എനിക്ക് ആപ്പത്തി കിട്ടിയ വിലയായി പോയി. ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടേനു? ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിക്ക. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടാ. ഓ അല്ല കവിത, ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് അതിന്റെ ആങ്ങളെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയെ. എത്ര പൈസ അവൻ കൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞേ. അതന്നെ അതന്നെ. ബബിതേ ആടെ കുത്തി തിരിഞ്ഞ് കട്ടിങ് പോരി. ആ അയാള് പോന്നെ. ബൈ. ഇതെന്താ ഇത് കൊട്ടിക്കില്ലേ? ആ അത് കൊടുക്കും. പറഞ്ഞ് ബ്രിഗേഷിന് പിടിച്ചേക്കില്ല. നമുക്ക് അത്ര ഉണ്ടാവില്ല നോക്കാലോ. ചേച്ചി ഇതിനെത്രയാ? അടിയിരുന്നു. ഇതിന് 998. ആ ഇത് മുന്താണിയാണ്. ഇതിന് ബ്ലൗസ് പീസ്. ഇതേ ആ നമ്മളെ ആൾക്കാരാ നല്ല നോക്കി കൊടുക്കണേ. ഇതിലേതാടാ നല്ലതല്ലാത്തത്? എന്തിനു അല്ല, നമ്മുടെ പിള്ളേരാ ചേച്ചി ആ പിങ്ക് ഒന്ന് എടുക്കോ? മുളക് പോലെ. ഒന്ന് അപ്പുറത്തേക്ക് വന്നേ. ചേച്ചി ഒരു മിനിറ്റ്. ഓക്കെ. പുതിയ എടുത്തോ? ഡിസ്കൗണ്ട് ആക്കിക്കണേ. ആ. ഇതെന്തെല്ലാം വെള്ള കളർ എടുത്തു വെച്ചേ? எனக்கு இதுதான் பிடிக்கும். അത് പറ്റൂല. പൈസയും കൊടുത്ത് എല്ലാം വെള്ള കളർ എടുത്തൊക്കെ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടാ? எனக்கு இது போதும். അതെങ്കിൽ അത്. ചേച്ചി ഇതിന് പറ്റിയൊരു സ്കേർട്ട് എടുത്തേ. റെഗുലർ പോരെ? ആ മതി. ചേച്ചി ആ ബ്രായും കൂടി എടുത്തോട്ടാ. ഏതാ സൈസ് വേണ്ടത്? தெரியாது. പാഡ് ഉള്ളത് വേണം. ഇതൊന്ന് നോക്കിയേ. ചേച്ചി 32 മതിയോ? എടുത്തി തമിഴാ. எதுக்கு இதெல்லாம்? இதெல்லாம் எனக்கு வேணாம். അതെന്തെങ്കിലൊന്നും കാണാത്ത പോലെ ചോദിക്കുന്നു. எங்க ஊர்ல வேற மாதிரி சேலை கட்டும். ഇത് കൊല്ലം 2022 ഷഡ്ഡിമേലും റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഇപ്പോഴും ചേല പറ്റലാ? വാ ചേച്ചി അതിലൊന്നും എടുത്തു വെച്ചേ. തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ നിങ്ങളെ വീട്. എന്തൊക്കെ ആചാരങ്ങളല്ലേ. ഇതിലോട്ടിടാ. എടുത്തി എന്ത് പറ്റിയേ? அதெல்லாம் நான் சாப்பிட்றதில்ல. അത്രയുള്ളോ? എന്നാ ഏട്ടന് കുറെ പൈസ ലാഭിക്കാലോ. എന്താ ഓള് ചിക്കൻ നിന്നാത്ത കാര്യം എനിക്ക് അറിഞ്ഞുവിടാനോ? അതിന് ഞാളൊരുമിച്ച് ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ.
1.5 കൊല്ലം കോയമ്പത്തൂർ ഞങ്ങളോട് ഒരുമിച്ചാന്നല്ലേ പറഞ്ഞേ? അതിന് 6-7 മാസമല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ എൻ്റെ അളിയ. ബാക്കിയൊക്കെ വാട്സാപ്പിനകത്തുള്ള കളിയല്ലായിരുന്നു. വാട്സപ്പിൽ എന്ത് കളി? ഉള്ളി കച്ചവടം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സാപ്പിടുங்க. ആ മധവേട്ട് എന്തല്ല നിങ്ങളെടി അങ്ങ് തീവണ്ടി ഓടിച്ചോണ്ട് പോന്ന്? ഓഹോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തേടി പോന്നായിരിക്കും അല്ലേ? അല്ല, ഉച്ചപ്പട്ടൻ ലോട്ടറി അടിച്ചെന്ന് കേട്ടിക്ക്. ഈ 5 എണ്ണത്തിന്റെ കെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജന്മം കിട്ടൂലേ മധവേട്ടാ? പെങ്ങന്മാരിങ്ങനെ ഉപ്പിലിട്ട് വെച്ചങ്ങള് കളക്ടർ വരി പൊക്കട്ടെ. ഐഷു, ഓളടുത്ത് പറയാൻ പറ്റുന്നില്ലടി. ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിഷമം തോന്നരുത്. എനിക്കിപ്പം എന്നെക്കാളും ഇഷ്ടം ഓളയാണ്. കള്ളക്കല്യാണം നടത്തി മൃഗേഷ് നാട്ടുകാരെ പറ്റിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യത്തിൽ ഞാൻ ഓളയില്ലടി പറ്റിച്ചേ. 4 ദിവസം കഴിഞ്ഞാൽ ഓള് പോവും. അതിനു മുമ്പ് ഞാൻ അവളോട് പറയട്ടെ ഇടി ഐഷു, സ്വാമി പെണ്ണ എങ്ങനെയാ പ്രതികരിക്കാന്ന് പറയാൻ പറ്റൂല. ഞാൻ ആദ്യം എന്നെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പം ചിലപ്പോൾ ഓള് തപസ്സിരിക്കും. മനസ്സിലായില്ലേ? ഈ ധ്യാനം പോലെ. അപ്പോൾ അത് കഴിയുന്നവരെ ഞാൻ മിണ്ടാണ്ട് നിൽക്കും. ഓക്കും ബോധം വരുമ്പോൾ ഞാൻ മെല്ലെ ഓളെ കണ്ണിലേക്ക് നോക്കി വളരെ റൊമാൻറ്റിക് നശിപ്പിച്ച് ഐഷു മൊത്തം മൂട് പോക്കി. പറയുന്നത് കേക്ക് എന്നോട് അസൂയ. പ്രിയേഷ് എന്നാ വിളിക്കുന്നു. ആടിനൊക്കെ എന്താ പരിപാടി? ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്തല്ല എഴുതാ ഞാള് മെമ്പർഷിപ്പ് ചേർക്കാൻ ഇറക്കിയതാ. എനിക്കിനി മെമ്പർഷിപ്പ് വേണ്ടല്ലോ. 40 വയസ്സ് കഴിഞ്ഞില്ലേ? വാടാ പോവാ. സുമംഗല, സുമംഗല, ഏയ് മോനെ, മോനെ, മൃഗേഷേ, മോനെ, എടാ എഴുന്നേൽക്ക്. ഐശുവിനെ മമ്പറത്തെ കൊണ്ടുപോവാ. എനിക്കോടെ കാണണ്ടേ? உங்ககிட்ட கொஞ்சம் பேசணும். கொஞ்சம் வெளில கூட்டிட்டு போறீங்களா?
ഇங்கே ആരെങ്കിലും വരുമോ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം. உங்க மேல தப்பில்ல. நான் உங்க கூட வரும்போதே இதெல்லாம் நடக்கும்னு நினச்சேன். எனக்கு தெரியும் நீங்க நல்லவர் தான். உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும். ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை. நான் ஒரு ஆசிரமத்தில் வளர்ந்த பொண்ணு. எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை. என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது. நான் அன்னைக்கே சொன்னேன்ல, பொங்கலுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும். நான் உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசாக கொண்டாடுறாங்க. நானும் சந்தோஷமாக தான் இருந்தேன். இந்த வாழ்க்கையில் எனக்கு அதெல்லாம் கொடுத்து வைக்கல. தயவு செஞ்சு எந்த ஆசை பாசத்தையும் காமிக்காதீங்க. என் மனசு நீங்கள் எவ்வளோ முயற்சி பண்ணாலும் மாற்ற முடியாது. எனக்கு போகணும், போய் தான் ആകണം. പോണം 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 എവിടെ പോണം? അതെന്താ പറയാത്തത്? നീ സന്യാസിയാണെ ആശ്രമത്തിൽ കഴിയണം. ഞാൻ ആടെ തന്നെ കൊണ്ടാക്കി തരാം, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിടത്ത്. அதெல்லாம் சொன்னா உங்களுக்கு புரியாது, உங்க மண்டையில ஏறாது. അതാ ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഏടെ പോണ്ടേ? എന്താ എന്റെ പ്രശ്നം? നിന്റെ ആശ്രമത്തിലെ സ്വാമിമാരൊക്കെ ഇങ്ങനെ മതിലും ചാടി നടക്കുവാന്നോ? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്താന്ന് എനിക്ക് അറിയണം. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടുകാർ മൊത്തം കണ്ട എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാൽ എന്നോടാ ചോദിക്കുക. കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനജേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ, എന്താ എന്റെ പ്രശ്നം? ലിംഗോപാല പോലീസ് പിടിച്ചിട്ടുണ്ടോടാ സ്കിൻ ഡോക്ടർക്ക് ലിങ്ക് അയച്ചേനി? വികേഷേ, ഇനി എഴുതാടാ അവളെയും കൂട്ടി വരുന്നേ? മാറി കളിയാ. ഇനി എന്താ അലമ്പുണ്ടാക്കിച്ചിട്ടുണ്ടാ? എന്നോട് പറടാ. ഇനി എന്താ അലമ്പുണ്ടാക്കാനാ? കുറച്ച് ഉയരം തരുമോ? ആയി ശരി, അപ്പൊ ഞാനൊരു സൂര്യക്കേട്ടല്ലേ അല്ലേ? പറടാ. എന്റെ പൊന്നളിയാ, 2 ദിവസം നിങ്ങൾക്ക് എങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്കാം. കുറെ നാളായില്ല ഒന്ന് പെറ്റ് കിടക്കും. പെറ്റ് കിടക്കുന്ന മൃഗേഷേ, ഞാനിവിടെ ഉള്ളത് പിന്നെ പ്രശ്നം ഇന്റെ സകല പ്രശ്നം ഞാനിടാ ഓടി മുന്നിൽ വരല്ലേ അല്ലേ? ഇന്റെ എത്ര കേസും ജാമ്യം നിൽക്കണം എനിക്ക് വേണ്ടിട്ട്. മൃഗേഷേ പറ, ഇത് ഇഞ്ഞായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. എന്റെ കൊന്ത കയറ്റണ്ട, ഞാൻ പറഞ്ഞേക്കാം. നിർത്തിക്കോളി. എന്ത് നിർത്തിക്കോളി? ഇത് ഇവന്റെ മണിമേഘ കൊട്ടാരം വന്നിന്. മണിമേഘ കൊട്ടാരം പെറ്റ് കിടക്കുന്നു അല്ലേ? എനിക്ക് ഇവിടെ കിടക്കാൻ നേരം വഴിക്കൊരു മുറിയുണ്ട് ഇവിടെ. ഇഞ്ചി കുറ്റാടന്റെ വീട്ടിൽ വന്നല്ലേ? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതാടാ. ഇഞ്ചി പെങ്ങളില്ല, ഇവളെ കെട്ടുമ്പോ 5 പൈസന്റെ സ്ത്രീധനം തന്നിക്കാ. തന്നി കണക്ക് തന്നിനാ? അമ്മ ഞാൻ ചോദിച്ചിക്കാ, 5 പൈസ ചോദിച്ചിക്കാ. ഇങ്ങനെ മുണ്ടെടുക്കുന്നേ ഏടെ കൈ പോന്നേ. ഈ നാടും വീട് തെണ്ടി നടക്കുമ്പോ ഇതുപോലത്തെ ഒരു സാധനം എന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ച് കിടഞ്ഞി പറയടാ. 2 പ്രസവം എന്റെ ചെലവില് എന്റെ വീട്ടിൽ വെച്ച് നടന്നിട്ട് ഒരു 5 ഉറുപ്പിക ഞാൻ നിക്കടാ. എടാ ഇനി അങ്ങോട്ട് കേറി നോക്കിക്കടാ. സീരിയല് ഇവര് കാര്യം പറയുമ്പോ സീരിയലാ. ഇവെന്നെ പറഞ്ഞതറിയാ, പെറ്റ് കിടക്കുന്ന പോലെ പെറ്റ് കിടക്കുന്നെന്ന്. തീർത്തുന്നില്ലടാ, നിർത്തി ഞാൻ അടിച്ചില്ലടാ. അടിക്കടാ എന്നെ. സമാധാനായില്ലേ? എല്ലാരും അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അളിയന്റെ പേര് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓരോ വീട്ടിൽ സ്ഥലമില്ലായിട്ടുള്ള അവരോട് വന്ന് നിൽക്കുന്നേ. എന്നെ അടുക്കുന്ന മാറിയൊക്കെ മടിയായിട്ടാ.
എന്റെ പൊന്നു പോലെ എത്ര കാലം നോക്കിയേ ആട്ടി പായിച്ചപ്പോ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിങ്ങൊന്ന് വിളിച്ചുവിടേനോ? ഞാനാണ് മോളെ വിളിക്കേണ്ടത്. കോലായി നിന്റെ അച്ഛനൊരുത്തൻ ഇവിടെ ആണായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചു നോക്കാതിരിക്കുന്നോളോട് രാവിലെ വിളിച്ചോണ്ട് എന്താ ഓതി കൊടുത്തേന്ന്. മതി അളിയാ, നിർത്ത്. എന്തെന്നാ ഇത്? എപ്പങ്ങാൻ തുടങ്ങിക്ക്? ഓൻ കുടിക്കട്ടാ, ഓൻ വിഷമം ഉണ്ടാവൂലേ? ആ കുടിപ്പിക്ക്. ഓസിന് കുറെ കിട്ടുന്നതല്ലേ, ബ്രിഗേഡിന്റെ കുറെ വാങ്ങി നക്കിക്ക്. ഇനി കുറെ അളി തന്നെ വാങ്ങി നക്ക്. എന്ത് നക്കിനാണ് ഇഞ്ഞി പറയുന്നേ? ഓന് പെണ്ണ് കാട്ടി കൊടുത്തത് കൂലി മേടിച്ചെന്നല്ലാതെ എന്ത് നക്കുന്ന ഇഞ്ഞി പറയുന്നേ? ആ ബ്രിഗേഷ് ആ പുഴക്കരേന്ന് അടിക്കുന്നു. മന്ദ നല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. അല്ല അളി, എനക്കറിയായിട്ട് വയ്ക്കാം. നിങ്ങൾ എവിടുന്ന് ഓനാടുന്ന് കുടിച്ച് മേടിക്കുക. എന്തെന്നാ ഇതിന് മാത്രം പ്രശ്നം? അല്ല പിന്നെ ഓന്റെ കാര്യം ഞാൻ അധികം കൂടുതലടാ ഇവിടെ. നന്ദിയില്ലാത്ത നാറിയവൻ. പെറ്റ് കിടക്കുന്നത് പോലും, പെറ്റ് കിടക്കുന്നത്. ഞാനാണുള്ളതാണ് അവിടെ പോയപ്പോ. ഓന്റെ കുഴപ്പം നാട്ടിൽ അറിഞ്ഞില്ല. അഴിയണു അഴിയണു. പ്രാക്കുട്ട എന്നോടാണ് ഇറങ്ങി പോകാൻ പറഞ്ഞിക്കടാ. അഴിയണ്ടി കുഞ്ഞാവോന ആശ്രമം തട്ടിക്കൊണ്ടത് പെണ്ണിനെ പോലെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു ഭാര്യ പുത്തല്ല. പാട്ടുകാരനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോനാ. അപ്പൊ ആശ്രമത്തിന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണാന്ന് ഓൻ കൂടെ പാർപ്പിച്ചതല്ലേ? അളിയെ ഇവിടെ നടിച്ചോണ്ടിരി, ഞാൻ ഇപ്പൊ വരാം. എന്ത് നാളെയാ ചൂടും പുറത്ത് ഓരോന്ന് വിളിച്ചു പറയാം. നിങ്ങൾ മരിച്ച ചാവിനിരിക്കണ്ടോ ബ്രിഗേഷ്? അത് മറന്നോണ്ട. ഓട്ടല്ലേ